ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് വേൾഡ് സെക്കൻഡ് ടോളസ്റ്റ് സിറ്റിംഗ് സ്റ്റാച്യു ആയിട്ടുള്ള സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി കാണാനായിട്ടാണ്. 260ഓളം അടി ഹൈറ്റിൽ വരുന്ന സ്വാമി രാമാനുജൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്നറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ടെമ്പിൾ അവരൊരുക്കിയിട്ടുള്ളത്. ഒരു ആശ്രമത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് വലിയ തിയേറ്റേഴ്സ്, ലൈബ്രറി, ടെമ്പിൾ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്റ്റാച്യുവിന് ചുറ്റുമായി 108 ദിവ്യദേശങ്ങളാണ് ഇവർ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദിവ്യദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠയായിട്ടുള്ള 108 ക്ഷേത്രങ്ങളെയാണ് ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. ലോർഡ് വിഷ്ണുവും ലക്ഷ്മിയുമാണ് പ്രതിഷ്ഠ. ദിവ്യദേശങ്ങളിൽ 84 ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെയും 11 ക്ഷേത്രങ്ങൾ കേരളത്തിലെയും 2 ആന്ധ്രാപ്രദേശിലെയും 1 ഗുജറാത്തിലെയും 4 ഉത്തർപ്രദേശിലെയും 3 ഉത്തരാഖണ്ഡിലെയും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ദിവ്യദേശമായിട്ടുള്ള നേപ്പാളിലെ മുഗിനാഥ് ടെമ്പിളും കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെർ ഹെഡ് 250 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഹൈ സെക്യൂരിറ്റിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നതല്ല. ഇതിനകത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഹൈദരാബാദിൽ വരികയാണെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതിനകത്തുള്ള മെഡിറ്റേഷൻ ഹാളിൽ 54 ഇഞ്ചസ് വരുന്ന രാമാനുജൻ്റെ മറ്റൊരു സ്റ്റാച്യു കൂടിയുണ്ട്. അത് 120 കിലോ ഗോൾഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ 120 കിലോ ഗോൾഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്വാമി രാമാനുജൻ 120 വർഷം ജീവിച്ചിരുന്നു എന്നതാണ്. ഇതിന് പുറത്തായി ഹനുമാനെയും ഗരുഡ ഭഗവാനെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ മുന്നിലുള്ള ഈ ചെറിയ രാമാനുജൻ്റെ പ്രതിമ കൂടാതെ 260 അടിയുള്ള രാമാനുജൻ്റെ പ്രതിമയാണ് നിങ്ങൾ ഇതിന് തൊട്ട് പുറകിലായി കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലായി 54 ഇഞ്ച് വരുന്ന ഗോൾഡിൻ്റെ പ്രതിമയും ഉണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ബ്യൂട്ടിഫുള്ളായിട്ട് ഗാർഡനും ഒക്കെ ഇതിനുള്ളിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് പ്രസാദമായി നമുക്ക് ലഡു, മൈസൂർ പാക്ക്, പുളിയോഹര തുടങ്ങിയവ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും. പോരാത്തതിന് ഇവരുടെ പ്രസാദമായിട്ട് ഞങ്ങൾ പോയപ്പം കിട്ടിയത് ജീര റൈസ് ആയിരുന്നു. അത് നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് ആ വലിയ രാമാനുജൻ്റെ സ്റ്റാച്യു കാണാനായി 108 പടികൾ നമ്മൾ കയറേണ്ടതായിട്ടുണ്ട്. അതിന് ചുറ്റുമായി വാട്ടർ ഫൗണ്ടേഷനും മറ്റും കെട്ടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് അലങ്കരിച്ചിട്ടുണ്ട്. ഹാഫ് പാൻറ്, ബർമുഡ എന്നിവ ധരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതില്ല. പിന്നെ മദ്യപിച്ചും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അവർ ഒരുക്കി തന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ദിവ്യദേശങ്ങൾ നിങ്ങൾക്കൊരു യുണീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം 108 ദിവ്യദേശങ്ങൾ ഒരു കുടക്കീഴിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഇവിടെ മാത്രമുള്ളൊരു കാഴ്ചയാണ്. ഞങ്ങൾ പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പും ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വെയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഇവിടെ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ആനയും രഥവും തേരും ഒക്കെ ഇതിൻ്റെ ചുമർ ചിത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഇവർ. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവർ പൊട്ട് വെച്ച് തരും. അതായത് സ്ത്രീകൾക്ക് ഞാൻ വെച്ച രീതിയിലുള്ള പൊട്ടും പുരുഷന്മാർക്ക് എൻ്റെ ഏട്ടൻ വെച്ച രീതിയിലുള്ള പൊട്ടുമാണ്. പിന്നെ കയ്യിൽ കണ്ടോ ഓംന്ന് കുത്തിയിട്ട് അത് അവിടുത്തെ ഒരു എൻട്രി മാർക്കാണ്. പിന്നെ കയ്യിൽ ഈ കെട്ടിയ മഞ്ഞച്ചരട് കങ്കണം എന്നറിയപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഇടത് കയ്യിലും പുരുഷന്മാർക്ക് വലത് കയ്യിലുമാണ് ഈ കങ്കണം കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഹൈദരാബാദിൽ വരികയാണെങ്കിൽ എല്ലാവരും ഇവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്.